ന്യൂസ് X7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വിജയോത്സവം അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വിജയോത്സവം അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് നൽകുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊരു തണ്ണീർപ്പന്തൽ, അതുപോലെ എന്താ പറയുക, നമ്മുടെ പ്രദേശത്തിന് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ രാജ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടേതായ ഒരു കയ്യൊപ്പ് ചേർത്താൻ, അതുപോലെ അവരുടേതായ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താൻ എല്ലാ മേഖലകളിലും അവരുടേതായ ഒരു പ്രാതിനിധ്യം ഉണ്ടാവാറുണ്ട്. അതിന് അതിൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അവരെ വളരെയധികം ഈ ഒരു വേളയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് കേൾക്കാനെത്തിയ മക്കളോടാണ് പറയാനുള്ളത്. കാരണം ഇത്തരം അവാർഡുകളും ഇത്തരം അനുമോദനങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളോടൊപ്പം ഈ ഒരു സമൂഹം കൂടെയുണ്ട് എന്ന ഒരു വലിയ ഒരു ഊർജ്ജമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിലൂടെ നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളും നാളെയുടെ പ്രതീക്ഷകളാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും അനുഭവിക്കുന്നത്. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ പ്രാഥമിക അല്ലെങ്കിൽ SSLC, +2, LSS, USS എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. അതിൽ നിങ്ങൾക്ക് ഉന്നത വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് അതേ ഊർജത്തോടെ അല്ലെങ്കിൽ വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന ആ ഒരു ധൈര്യം നൽകുകയാണ്. യോഗത്തിൽ സംഘം പ്രസിഡന്റ് റംഷിക് മാമ്പറ്റ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ജേതാവ് വിജിലൻസ് CI വി ജ്യോതീന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മാറി 13 വർഷമായി പോലീസ് ജോലി ചെയ്യുകയും അതിൻ്റെ ഭാഗമായി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ കുട്ടികളോട്, അമ്മമാരും കുട്ടികളും ഇരിക്കുന്ന ഒരു വേദിയാണ്. ഞാൻ ദീർഘിപ്പിച്ച് വഴിവിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ അത് ബാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തിൽ അത് ബാധിക്കുക എന്നുള്ളതിനെ പറ്റി ചെറിയൊരു കാര്യമാണ്, കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഭാഷയെ നമുക്ക് ഭാഷ വരുന്നതിനുള്ള ഒരു ജീനുണ്ട്, അറിയോ? ഫോക്സ് P2 എന്ന് പറയുന്ന ഒരു ജീനാണ് നമ്മുടെ ഭാഷയെ, നമുക്ക് ഭാഷ ഉണ്ടാക്കുന്നത്. ഭാഷ എന്ന് പറയുന്നത് അതൊരു വലിയ കഴിവാണ്. ആശയത്തിനെ, നമ്മുടെ കാര്യങ്ങൾ ഭക്ഷ്യ ശൃംഖലയില് അതുവരെ ഏറ്റവും പിന്നിലായിരുന്ന മനുഷ്യൻ ഏറ്റവും മുന്നിലായി. അങ്ങനെ മനുഷ്യൻ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതിന് കാരണമായ ഒരു ഘടകം ഞാൻ പറയാൻ കാരണം, ഞാൻ ചരിത്രം പറയുന്നതല്ല, പറയാൻ കാരണം, അപ്പൊ പണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 4 കാലം ജീവിച്ചിരുന്ന ആളുടെ എടുപ്പല് വളരെ വലിയ എടുപ്പല്ല. ആ വലിയ എടുപ്പല്ലുള്ള മനുഷ്യൻ നിവർന്നു നിൽക്കാൻ തുടങ്ങിയപ്പോൾ എടുപ്പല്ലിന് വ്യാസം ഉള്ള ജീവികൾ, വലിയ എടുപ്പല്ലുള്ള ജീവികൾ സമൂഹത്തിൽ നിന്ന് പുറത്തള്ളപ്പെടുകയും ചെറിയ എടുപ്പല്ലുള്ള ജീവികൾ നിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അതിലേറ്റവും അപകടകരമായ ഒരവസ്ഥ സംഭവിച്ചത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ പ്രസവം സങ്കീർണമായ പ്രസവമായപ്പോൾ പല കുട്ടികളും അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഒന്നുകിൽ അമ്മ മരിക്കുക അല്ലെങ്കിൽ കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി അതിലും നിർദ്ധാരണ പ്രകൃതിയുടെ നാച്ചുറൽ സെലക്ഷൻ വഴി അങ്ങനെ പല പല മാറ്റങ്ങൾ വന്ന് അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ ജനിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്താതെ ജനിക്കുന്ന സാഹചര്യം. അപ്പൊ പലർക്കും എന്താണ് സംശയം തോന്നുന്നത്, നമ്മള് കുട്ടികൾ 10 മാസം ചെന്ന് 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നത് പൂർണ്ണ വളർച്ച എത്താതെയാണോ? മൃഗങ്ങളുമായിട്ട് താരതമ്യം നോക്കും. ഒരു പശു ഉടനെ തന്നെ ജനിച്ച ഉടനെ തന്നെ അത് എണീറ്റ് നിന്ന് പുല്ല് തിന്നാനും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങും, അല്ലേ? എന്നാൽ ഒരു മനുഷ്യജീവിയോ 2.5 കിലോഗ്രാം മുതൽ 3 കിലോഗ്രാം വരെയുള്ള ഒരു മനുഷ്യജീവി ഒരു മാംസപിണ്ഡമായി വെറും കരയാനും
കക്കൂസ് പോകാനും ഭക്ഷണം കഴിക്കാനും മാത്രം അറിയാവുന്ന ഒരു മാംസപിണ്ഡമായിട്ടാണ് ജനിക്കുന്നത്. ഈ മാംസപിണ്ഡത്തെ അങ്ങനെ ജനിക്കുന്നത് കൊണ്ട് മനുഷ്യനിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നതാണ് ആ മാംസപിണ്ഡത്തെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിന് വേണമെങ്കിൽ നല്ല ഒരു ശാസ്ത്രജ്ഞനായിട്ട് നമുക്ക് വളർത്താം, നല്ല ഒരു കഥാകാരനായിട്ട് വളർത്താം, നല്ല ഒരു സാഹിത്യകാരനായിട്ട് വളർത്തിക്കണം. അമ്മമാരോട് ഇരിക്കുന്ന വേദിയിലായതുകൊണ്ടാണ് പറയുന്നത്. നല്ല സാഹിത്യകാരനായിട്ട് വളർത്താം, നല്ല കഥാകാരനായി വളർത്താം, നല്ല ഒരു ഹിസ്റ്റോറിയനായിട്ട് വേണമെങ്കിൽ വളർത്താം. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലായിട്ടും വേണമെങ്കിൽ. സംഘം വൈസ് പ്രസിഡന്റ് സുഗതൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ കുട്ടികളെ അനുമോദിച്ചു. അലനല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറടത്തൊടി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി മുസ്തഫ, പി രഞ്ജിത്ത്, സുദർശനം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി ഒ വി ബിനേഷ് നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.